ഞാനും ജാസ്മിനും ഉമ്മ വെച്ചതും കൈ പിടിച്ചിരുന്നതും മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് നടന്നിട്ടുള്ളത് 110% അല്ലെങ്കിൽ 100% ട്രൂത്ത് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുള്ളത് എഡിറ്റഡ് വേർഷൻസ് ആണ്, അല്ലെങ്കിൽ 24/7 ലൈവിൽ വരുന്നത് പോലും പല ക്യാമറകളിൽ ഒരു ക്യാമറ മാത്രമേ നിങ്ങൾക്ക് ഒരു സമയം കാണാൻ പറ്റുന്നുള്ളൂ. സദാചാര ബോധം എന്നുള്ളൊരു ആംഗിളിൽ കൂടെ മഞ്ഞ കണ്ണട വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതെല്ലാം മഞ്ഞയായിട്ടേ കാണാൻ പറ്റുള്ളൂ. കൈ പിടിച്ചിരിക്കുന്നത് ഇത്രയും ആംഗിളിൽ കട്ട് ചെയ്താൽ അത് വേറൊരു അർത്ഥത്തിലേ വരുള്ളൂ. ചിലപ്പോൾ വീണ് കിടക്കുന്ന ഒരാളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതായിരിക്കും ആ കൈ. കമ്മിറ്റഡ് ആണെന്നുള്ള വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, റിലേഷൻഷിപ്പിലാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്റെ കല്യാണം ഒരു സ്ഥലത്ത് ഒരാളുടെ അടുത്ത് പറഞ്ഞു ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും ടച്ച് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും കിസ് ചെയ്യുന്നതാണെങ്കിലും അത് ശരിക്കും തെറ്റാണോ? കിസ് ചെയ്യുന്നത് തെറ്റാണോ? കമ്മിറ്റഡ് ആയിരിക്കുന്ന ആളെ കിസ് ചെയ്യുന്നത് തെറ്റാണോ? നിങ്ങൾ ഫ്രണ്ട്സിനെ ഇതേവരെ കിസ് ചെയ്തിട്ടില്ല? ഇല്ല. ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കത് തെറ്റല്ല. എനിക്ക് ലൈഫിൽ ഏറ്റവും ഞാൻ കംഫർട്ടബിൾ ആയി വെക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങൾ ബെഡ്റൂമും ബാത്റൂമും. എത്രയും നീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും വൃത്തിയുള്ള സ്ഥലം വേണം എന്ന് പറയുമ്പോൾ ഈ സഹമത്സരാർത്ഥികൾ കൂടി ഇത്രത്തോളം വൃത്തി ഉണ്ടായിരിക്കണം, നീറ്റ് ആയിരിക്കണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു? അതൊക്കെ പേഴ്സണൽ ചോയ്സ് ആണ്. ഒരാളെ എങ്ങനെ അയാളുടെ ഹൈജീൻ കീപ്പ് ചെയ്യുന്നു എന്നുള്ളത് സ്ട്രിക്ട്ലി പേഴ്സണൽ. എനിക്കതിൽ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. ഇമോഷൻസ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രണയം എന്ന് നിങ്ങൾ പറയുന്ന ടാഗാണ്. ലവ് എന്ന് പറഞ്ഞാൽ പ്രണയം മാത്രമല്ല, ലവിൽ ഇഷ്ടം, സ്നേഹം, പ്രണയം എല്ലാം പെടും. കൊടുക്കുന്നതും തെറ്റല്ല, ഉമ്മ കൊടുക്കുന്നതും 110%. അങ്ങനെ തെറ്റല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത് പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ആള് അല്ലെങ്കിൽ ജാസ്മിനായിട്ട് വിവാഹം ഉറപ്പിച്ച ഒരാൾ പിന്നീട് അത് വേണ്ടെന്ന് വെക്കുന്നു? അതിലറിയില്ല. അത് എന്നോടല്ലോ അത് ചോദിക്കേണ്ടത്, ആളോടല്ല ചോദിക്കേണ്ടത്. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. ചൂടാറാത്ത ചോദ്യങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന ഉത്തരങ്ങൾ അവർ പറയുമ്പോൾ നിങ്ങൾ പറയും അങ്ങനെ പറ. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ബൈറ്റ് ഹോംസ് ഫോർ അങ്ങനെ പറ ഹോട്ട് സിറ്റിയിൽ ഇന്ന് ഗബ്രി ജോസ്. നമസ്കാരം. ബിഗ് ബോസിനെ സംബന്ധിച്ചിട്ട് ഒരുപക്ഷെ ഇത്രയും നന്നായിട്ട് ഗെയിം പ്ലാൻ ചെയ്താലും പക്ഷെ ഇത്രയും നന്നായിട്ട് എല്ലാ ടാസ്കും വിജയിച്ചു വന്നു കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഇത്രയും വേഗം പുറത്തിറങ്ങി എന്നുള്ളൊരു ഞെട്ടലുണ്ട് സ്വാഭാവികമായിട്ട് പ്രേക്ഷകർക്ക്. ഗബ്രിയുടെ ഒരു വിലയിരുത്തൽ എങ്ങനെ തോന്നുന്നു? കാരണം ഇത്രത്തോളം പവർ ഹൗസിൽ കയറുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇത്രത്തോളം ടാസ്കിനെ അത്രത്തോളം കോമ്പറ്റീഷൻ പൂളിൽ എടുത്തിരുന്ന ആൾ, അപ്പോൾ ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ ഇത്രയും സക്സസ് ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു? അല്ല, എനിക്ക് ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നില്ല. എനിക്ക് എക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാൻ പവർ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് ഓൾറെഡി അറിയാം. കാരണം 8 ആഴ്ചയിൽ നിന്നതിൽ ഞാൻ 5 ആഴ്ച പവർ റൂമിലായിരുന്നു. ഒരാഴ്ച നോമിനേഷനിൽ ഉണ്ടായിരുന്നില്ല. ആകെ ഒരേ ഒരു പ്രാവശ്യം നോമിനേഷനിൽ വന്നിട്ടുള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം നോമിനേഷനിൽ വരുമെന്ന് എനിക്ക് 100% ഉറപ്പുള്ള സ്ഥാനത്താണ് ഞാൻ പവർ റൂമിൽ നിന്ന് ഇറങ്ങുന്നത്. നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ അത് ടൈറ്റ് നോമിനേഷൻ ആണെന്ന് എനിക്കറിയാം. കാരണം പവർ റൂമിൽ തന്നെ അന്ന് 2 വീക്ക് പ്ലേയേഴ്സ് ഉണ്ട്, ഒരാൾ ക്യാപ്റ്റനാണ്. അപ്പോൾ വോട്ട് എന്തായാലും സ്പ്ലിറ്റ് ആവും. പിന്നെ ജാസ്മിന് വന്ന നോമിനേഷനിൽ എന്തായാലും വരുന്ന എനിക്കറിയാം. അങ്ങനെ നോക്കുന്ന സമയത്ത് വോട്ട് സ്പ്ലിറ്റിംഗ് ഇസ് വെരി എവിഡന്റ് ആയിരുന്നു. അപ്പൊ എനിക്കറിയാമായിരുന്നു ഓൾറെഡി പോവും എന്നുള്ള രീതിയിൽ. പക്ഷെ പിന്നെ ഒരു റിസ്ക് എടുക്കാന്ന് വെച്ചുള്ള രീതിയിൽ ഇറങ്ങിയത്. ശരിക്കും ഇത് ഫേസ് ചെയ്യാൻ തോന്നിയത് എപ്പോഴാണ്? കാരണം നോമിനേഷനിൽ അധികം വന്നിട്ടില്ല. ഈ ജനവിധി ഫേസ് ചെയ്യാന്നുള്ളൊരു സാധനം ഉണ്ട് അല്ലെ? ഞാൻ അന്ന് പവർ റൂമിൽ കയറിയതും അങ്ങനെ പവർ റൂമിലേക്ക് കയറണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കയറിയതല്ല. ബേസിക്കലി അന്ന് അവിടെ എഴുന്നേറ്റ് പറഞ്ഞ സമയത്ത് ശ്രീരേഖ ചേച്ചീനെ, നമ്മുടെ ജാൻമണി പോയ സമയത്ത് ശ്രീരേഖ ചേച്ചീനെ പവർ റൂമിലേക്ക് കയറ്റി. പിന്നെ ഒരാളും കൂടി അന്ന് പോയായിരുന്നു, എനിക്ക് തോന്നുന്നു പൂജ ആണെന്ന് തോന്നുന്നു. പൂജയ്ക്ക് സിബിന് പകരം എന്തോ ഒരാളെയും കൂടി കയറ്റണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതിന്റെ എഴുന്നേറ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു രണ്ടാമത്തെ 3-ാമത്തെ ആഴ്ച ജാസ്മിൻ പവർ റൂമിലേക്ക് വന്ന പോലെ പവർ റൂം മെമ്പേഴ്സിന് കൂട്ടായിട്ടൊരു ഡിസിഷൻ എടുത്ത് ഇവര് പുറത്തുനിന്ന് ഒരാൾ എടുക്കാം, അങ്ങനെയായിരിക്കും ഞാൻ വിചാരിച്ചത്. അങ്ങനെയാണെങ്കിൽ അവരെന്നെ എടുക്കില്ല, എനിക്ക് 100% ഉറപ്പായിരുന്നു. ശ്രീരേഖ ചേച്ചിയും അവർ ആ ടീം എന്നെ പവർ റൂമിലേക്ക് ശരണ്യം, ശ്രീരേഖയും റഷ്യയും അവരെടുക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് എഴുന്നേറ്റുന്നത്. പക്ഷെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് ബിഗ് ബോസ് ട്വിസ്റ്റ് കൊണ്ടുവരുന്ന ടാസ്ക്, മെമ്മറി ടാസ്ക്, ആ ഒരു കഥ പറയുന്ന പരിപാടി. അത് ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ കയറി. ഞാനും അന്നിങ്ങനെ ഭയങ്കര സർപ്രൈസ് ആയിട്ട്, ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്ത് പവർ റൂമിലേക്ക് കയറണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നിന്നൊന്നുമല്ല. പിന്നെ എന്തായാലും കയറി. ആഴ്ച കയറിയിട്ട് പിന്നെ ഞാൻ ഒന്നും ചെയ്തില്ല. കാരണം നമുക്ക് ആഗ്രഹമില്ലാതെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ തോന്നില്ലല്ലോ. അപ്പൊ ഞാൻ റെസ്റ്റിംഗ് ഫോർ ദ വീക്ക്, പണിയൊന്നും എടുക്കാതെ ചില്ല് ചെയ്ത് അങ്ങനത്തെ ഒരു മൂടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ആഴ്ച കഴിഞ്ഞപ്പോൾ പിറ്റേ ആഴ്ച ഞാൻ കയറാണെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞായിരുന്നു, പവർ റൂമിൽ ഞാൻ കയറിയ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞായിരുന്നു, ഇനി ഈ പവർ റൂം പിരിച്ച്, അതായത് നമ്മളുടെ ഓപ്ഷൻ കഴിയുന്നവരെ, അതായത് ഒരാഴ്ച കൂടി നിൽക്കുക, അതുകൂടി ഞാൻ തിരിച്ച് പവർ റൂമിൽ നിങ്ങളെ കയറ്റും എന്ന് ഞാൻ 100% ഉറപ്പ് പറഞ്ഞായിരുന്നു. ഡേഞ്ചർ ബോയ് എന്ന് പറയുന്ന ടാസ്ക് വന്നു, കൃത്യമായിട്ട് അവരെ ഞാൻ തിരിച്ച് പവർ റൂമിൽ കയറ്റി കഴിഞ്ഞപ്പോൾ
എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിറ്റേ ആഴ്ച പവർ റൂം ഒന്ന് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് കുറച്ച് കോണ്ടന്റ് നന്നായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പരിപാടി ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. സ്ട്രിക്റ്റ് ആവണമെന്ന്, കോണ്ടന്റ് അല്ല, നല്ല സ്ട്രിക്റ്റ് ആയിട്ട് പവർ റൂമിനെ കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയും ബിഗ് ബോസ് ട്വിസ്റ്റ് കൊണ്ടുവന്നു. എനിക്ക് അറിയാമായിരുന്നു അവർ ഉദ്ദേശിച്ചത് എന്നോട് അകത്ത് നിൽക്കണം എന്ന് തന്നെയായിരുന്നു ഷോന്റെ ആവശ്യം. പക്ഷെ പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോ നോമിനേഷനിൽ വന്നിട്ട് കുറെ നാളായി, ഇതൊരു നല്ല ഓപ്ഷനാണ്, ഋഷി ഭയങ്കര ധൈര്യമായിട്ട് ഇറങ്ങണം, ഓക്കെ. ശരി ഞാനും ഇറങ്ങാമെന്ന് വിചാരിച്ചു. എന്തായാലും ഹോട്ട് സീറ്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും കുറച്ച് ചൂട് പിടിച്ച ചോദ്യങ്ങൾ പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നുണ്ട്, ഗബ്രിയുടെ ഉത്തരങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്രയും പ്ലാൻ ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെ ഫേസ് ചെയ്യാമെന്ന് പോകുന്നു, കുറേയേറെ കാൽക്കുലേഷൻസ് ഉണ്ട് അല്ലെ? എവിടെ ഗബ്രിക്ക് പണി പാളിയത്? എനിക്ക് പണി പാളിയിട്ടില്ല. ഇല്ല ഇല്ല, ഇതുവരെ പണി പാളിയിട്ടില്ല. ഇല്ല. ആ പണി പിന്നെ എങ്ങനെയാ അത് പണി പാളിയില്ലെങ്കിൽ കാൽക്കുലേഷൻ ശരിയായിരുന്നെങ്കിൽ പുറത്തു വന്നതാണോ? പുറത്തു വന്നത് എന്റെ കാൽക്കുലേഷൻ ആണെങ്കിലോ? പുറത്താവുന്നതും കാൽക്കുലേഷൻ ആയിരുന്നു. അപ്പൊ ഒരിക്കലും അവിടെ ചെല്ലുമ്പോൾ പക്ഷെ ഗബ്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അവിടെ എത്തുമ്പോൾ 100 ദിവസം നിൽക്കണം, കപ്പടിച്ചില്ലെങ്കിലും 100 ദിവസം നിൽക്കണം എന്നുള്ളത്. അങ്ങനെ ഒരാൾ 100 ദിവസം പൂർത്തിയാവണേക്കാൾ മുമ്പ് ഇറങ്ങുന്നത് കാൽക്കുലേഷൻ തെറ്റല്ലേ? പക്ഷെ അത് പ്രേക്ഷക വിധിയല്ലേ, ജനങ്ങളാണ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇതിന്റെ ജഡ്ജ് ബിഗ് ബോസോ ഇതിന്റെ ജഡ്ജ് അവിടെയുള്ള 18 പേരും അല്ല. ഇതിന്റെ ജഡ്ജ് എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളാണ്. അവര് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പുറത്താക്കും, അവർക്ക് ഇഷ്ടപ്പെട്ട അവരവിടെ പിടിച്ചു നിർത്തും. ഇപ്പൊ നോമിനേഷനിൽ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് വീട്ടിലുള്ളവരുടെ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഒരു കടമ അല്ലെങ്കിൽ ധർമ്മം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം അവരവിടെ നിൽക്കണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഫുള്ള് ഓർഡിനറി ജനങ്ങളാണ്. അപ്പൊ അവരുടെ വോട്ടിംഗ് കിട്ടിയില്ലെങ്കിൽ ഐ എം കംപ്ലീറ്റ്ലി ഫൈൻ വിത്ത് ഇറ്റ്. ഒരു ഷോയുടെ വിജയം, പ്രത്യേകിച്ച് ബിഗ് ബോസിന്റെ ഒരു 100 ദിവസം പൂർത്തിയാവലാണ് എന്നുള്ളത് പറയുമ്പോഴും, ആ കപ്പ് നേടുന്നതാണെന്ന് പറയുമ്പോഴും, ഇപ്പൊ ഇത്രയും ദിവസം അല്ലെ എത്തി പൂർത്തീകരിക്കാതെ പുറത്തു വരുമ്പോഴും ഇത്ര ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷന്റെ ഭാഗമായിട്ട് എന്ന് പറയുമ്പോഴും അവിടെ ഇൻകംപ്ലീറ്റ് ആവാത്തൊരു കാര്യം കൂടി ഉണ്ട്. ശരിക്കും അവിടെ കപ്പടിക്കാനല്ലെങ്കിൽ ശരിക്കും ഒരു ജോലിയുടെ ഭാഗമായിട്ട് പോയ പോലെയായിരുന്നു. അതെ ആണ്. അതെ. അത് പൂർത്തീകരിച്ചോ? അത് പൂർത്തീകരിച്ചു. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് ഏറ്റവും വേണ്ടത് 2 കാര്യങ്ങളായിരുന്നു. ഐ എം ആൻ ആക്ടർ. എനിക്ക് ബിഗ് ബോസ് ജയിച്ചത് കൊണ്ട് എനിക്ക് ഭയങ്കര എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റ്സ് ആയിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവാൻ പോണത്. അതായത് 100 ഡേയ്സ് നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ കൈ കിട്ടും. 50 ലക്ഷം രൂപ കിട്ടില്ല, അതിന്റെ എത്രയോ പെർസെന്റേജ് കട്ടായിട്ട് ബാക്കിയുള്ള പൈസ കൈ കിട്ടും. പക്ഷെ എനിക്ക് പൈസയല്ല എന്റെ ലൈഫിൽ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വേറെ കാര്യങ്ങളുണ്ട്. സിനിമയ്ക്ക് എനിക്ക് പൈസേനേക്കാളും വലുതാണ് എനിക്ക് സിനിമ, അല്ലെങ്കിൽ എന്റെ ക്രാഫ്റ്റ്, എനിക്ക് ഇഷ്ടമുള്ള ഒരു ആർട്ട് ഫോം, നമ്മുടെ ലൈഫിലുള്ള നല്ല ബന്ധങ്ങൾ. ഇതിനൊക്കെ ഞാൻ മോണിറ്ററി ബെനിഫിറ്റ്സിനേക്കാളും ഞാൻ ഇമ്പോർട്ടൻസ് എന്താ പറയാ പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. ഞാൻ ഇതുവരെ ഞാൻ 8 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിന് 3-4 അതിൽ നിന്ന് മാത്രമേ ഞാൻ റെമ്യൂണറേഷൻ മേടിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളത് എല്ലാത്തിനും ഞാൻ എന്റെ കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ട് വരെ ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളുണ്ട്. കാരണം എനിക്ക് അത്രയും സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ട് ബഡ്ജറ്റ് ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അങ്ങോട്ട് സ്ട്രഗിൾ ചെയ്ത് നിന്ന് ചെയ്ത സിനിമകളുണ്ട്. റെമ്യൂണറേഷൻ 1 രൂപ പോലും മേടിക്കാതെ ചെയ്തിട്ടുള്ള സിനിമകളുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് അവിടെ മണി വാസ് സെക്കൻഡറി. ബിഗ് ബോസിൽ വരുമ്പോൾ പോലും എനിക്ക് മണി വാസ് സെക്കൻഡറി. കാരണം ബീങ് ആൻ ആക്ടർ ദ ഫസ്റ്റ് തിങ് യു നീഡ് ഇസ് റെക്കഗ്നിഷൻ. ഫെയിം അല്ല, അതായത് മറ്റേ ആളുകളുടെ ഇടയിലുള്ള നമ്മളുടെ ആരാധന സ്റ്റാർ ആ പരിപാടിയല്ല. റെക്കഗ്നിഷൻ, എന്റെ ഫേസും എന്റെ ശബ്ദവും എന്റെ പേരും ജനങ്ങളിലേക്ക് എത്തണം. ജോലി ആയിരുന്നു എന്ന് പറയുമ്പോഴും അവിടെ റെമ്യൂണറേഷൻ ആയിരുന്നില്ല. ജോലി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവർ എനിക്ക് ഡെയിലി റെമ്യൂണറേഷൻ? അങ്ങനെയെങ്കിൽ ഇപ്പൊ ഇത്രയും അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ കയറാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ട് ബിഗ് ബോസ് എന്നുള്ളത്. അങ്ങനെ ഒരു ചാൻസ് അവിടെ എത്തിയിട്ട് ഒരു 100 ദിവസം പൂർത്തീകരിച്ചില്ലെങ്കിൽ പോലും ഞാൻ ഹാപ്പി എന്ന് പറയുമ്പോൾ എവിടേക്കോ കാണിക്കുന്ന ഒരു നീതികേടും അല്ലെങ്കിൽ ഒരു ആത്മവഞ്ചന തോന്നില്ലേ? അങ്ങനെയാണെങ്കിൽ എന്നെ പുറത്തിറക്കിയിട്ട് അവർ ആ സ്ഥാനത്തേക്ക് വേറെ ആൾക്കാരെ കയറ്റേണ്ടതായിരുന്നില്ല. എന്തുകൊണ്ട് കയറ്റി? അല്ല, ഞാൻ ഗബ്രിയുടെ കാര്യത്തിൽ ചോദിച്ചത്. ഗബ്രി ഇത്ര ദിവസം പൂർത്തീകരിക്കും പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ഇത്ര നേരത്തെ ഇറങ്ങേണ്ടല്ല, എനിക്ക് തിരിച്ചെത്തണം, അല്ലെങ്കിൽ ഇത്രയും ദിവസം എത്തണം. അല്ല, വരുന്ന സഹ മത്സരാർത്ഥികള് എങ്കിൽ ഒരു പൂർത്തീകരിക്കാതെ പുറത്തിറങ്ങുന്ന സമയത്ത് അതെവിടേക്കോ ആത്മവഞ്ചനും നീതികേടായിട്ട് തോന്നില്ലേ? ആദ്യത്തെ ആഴ്ച പുറത്തായ ആളെ നിങ്ങൾ ഏറ്റവും വലിയ കൊലപാതക കുറ്റത്തിന് കേസ് കൊടുത്ത് ജയിലിടേണ്ട ആവശ്യമല്ലേ? കാരണം പുറത്തിറങ്ങിയ ആൾക്ക് പുറത്തിറങ്ങിയാൽ ഹാപ്പിയല്ല ഒട്ടും. എന്താ, ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊരു ഗെയിമാണ്. ദിസ് ഇസ് നോട്ട് ലൈഫ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യമല്ല ഇത്. പിന്നെ നമ്മൾ പല സ്റ്റേജ് ഓഫ് ഓഡിഷൻസ് കഴിഞ്ഞ് അർഹതയുള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ അവരെ ചൂസ് ചെയ്തത്. ഞാൻ പിന്നെ സിമ്പിൾ ആയിട്ടൊരു കാര്യം ചോദിക്കാം, ഇതുവരെയുള്ള സീസണുകളിൽ ബിഗ് ബോസ് ഹിസ്റ്ററിയിൽ ഹയസ്റ്റ് TRP ഉള്ള സീസൺ ഏതായിരുന്നു? ഈ സീസൺ ആയിരുന്നു. സീസൺ 6 ആയിരുന്നു എന്നാണ് എന്റെ അറിവ്. അതിൽ ഏറ്റവും സീസണിന് TRP നെഗറ്റീവോ പോസിറ്റീവോ എന്തോ ആയിക്കോട്ടെ, TRP ഏറ്റവും കൂടുതൽ കൂടാൻ കാരണമുള്ള ഒരു ആൾക്കാരായിരുന്നു ഈ സീസണിൽ കളിച്ചവരായിരുന്നു. ഈ സീസണിൽ ആരെപ്പോ പോയി കഴിഞ്ഞാലും അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം അത് കൊടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തത്. ഇവിടെ ആ ഉത്തരത്തിൽ നിന്ന് മാറി, പോയിന്റ് മാറി. ഞാൻ ചോദിക്കുന്നത്, ഓൾറെഡി ഇത് പുറത്തിറങ്ങിയത്
കാൽക്കുലേഷനും കൂടി ആയിരുന്നു എന്ന് പറഞ്ഞു ഗബ്രി അല്ലെ? കാൽക്കുലേറ്റഡ് ഇൻ ദ സെൻസ് കാൽക്കുലേഷൻ എന്നല്ല ഞാൻ പറഞ്ഞത്, എന്റെ ഡെലിബറേറ്റ് ചോയ്സ് ആയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ ബാക്കി ഇറങ്ങുന്നവര് അപ്പൊ ആദ്യത്തെ ആഴ്ച ഇറങ്ങിയവർക്ക് വലിയ കൊലപാതക കുറ്റമായിരുന്നു എന്നുള്ളത് പറഞ്ഞു. ആദ്യത്തെ ആഴ്ചവർക്ക് ഈ ഒരു സംഭവം അവർക്ക് ബ്രോ പറഞ്ഞത് എന്താ, പുറത്തിറങ്ങി ഇപ്പൊ നിങ്ങൾ അതിന്റെ അകത്ത് ചെന്നിട്ട് 100 ദിവസം തയ്ക്കാതെ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ് ബാക്കിയുള്ളവർ കാണിക്കുന്ന അനീതിയല്ല. ഒരുപാട് പേര് 100 ദിവസം തികയാതെ പുറത്തിറങ്ങി പറയുന്നത് ഗബ്രി തന്നെ പറഞ്ഞു ഗബ്രി ഒരു കാൽക്കുലേഷൻ ആയിരുന്നു. പുറത്തിറങ്ങിയ വേറൊരു ഞാനല്ല, നിങ്ങളാണ് പറഞ്ഞത്. അല്ല അതാണോ ചോദിച്ചപ്പോ അതായിരുന്നു എന്ന് പറഞ്ഞു. കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് ഡെലിബറേറ്റ് ചോയ്സ് ആയിരുന്നു. അല്ല അത് ഇപ്പൊ മാറ്റി പറഞ്ഞതാണ്. അല്ല ഞാൻ ആദ്യം ചോദിച്ചു ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ തെറ്റിയത് എവിടെയാണ് പണിപാളിയും ചോദിച്ചപ്പോ ഗബ്രി പറഞ്ഞ കാര്യമുണ്ട് ഞാൻ പ്രതീക്ഷയായിരുന്നു പറഞ്ഞു. പാളിന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പ്രതീക്ഷയായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടില്ല പ്രതീക്ഷയായിരുന്നു. പാളി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പ്രതീക്ഷിച്ചിരുന്നു, എനിക്ക് എക്സ്പെക്ടഡ് ആയിരുന്നു പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് അങ്ങനെ പുറത്തിറങ്ങിയ ഒരു മത്സരാർത്ഥിയും പറഞ്ഞിട്ടില്ല ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു എന്നുള്ളത്. ഞാൻ ബാക്കിയുള്ള മത്സരാർത്ഥികൾ പറയുന്നത് ഞാൻ ചോദിച്ചത് നേരത്തെ അങ്ങനെ പറഞ്ഞപ്പോ ഇപ്പൊ ആദ്യത്തെ ആഴ്ച ഇറങ്ങിയ ഒരാൾക്ക് അങ്ങനെയാണെങ്കിൽ അവർ ചെയ്ത് വലിയ കാര്യം ചോദിച്ചു. അപ്പൊ അവർക്ക് അത്തരത്തിലൊരു തോന്നിയിട്ടില്ല. പക്ഷെ ഗബ്രിക്ക് അതൊരു പ്രശ്നമില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ആ ചോദിച്ചത്. ഞാൻ സിമ്പിൾ ആയിട്ട് ചോദ്യം എനിക്ക് ഭയങ്കര ക്ലിയർ ആയി. ഞാൻ സിമ്പിൾ ആയിട്ട് അതിനുള്ള ഉത്തരം പറഞ്ഞുതരാം. ബേസിക്കലി നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പിടിച്ച് ബാക്കിയുള്ള അടുത്ത ലൈഫിന്റെ അടുത്ത സ്റ്റേജിലേക്ക് അടുത്ത സ്റ്റെപ്പുകൾ കയറി പോവാം. അതല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് 2 സ്റ്റെപ്പ് താഴത്തേക്ക് ഇറങ്ങി വരാം. നമ്മൾ എന്ത് ഡിപ്രസ്ഡ് ആയിട്ട് അയ്യോ എന്റെ പോയില്ലോ എന്ന് പറഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കാം. അക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ചെയ്യുന്നവരാണ് ഗ്രോ ചെയ്യുന്നത്. അതാണ് എനിക്ക് താല്പര്യം. എനിക്ക് ഒരിക്കലും ഒരു നഷ്ടപ്പെട്ട ഒരു കാര്യത്തിനെ കുറിച്ച് സങ്കടപ്പെട്ടിരിക്കാനോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ഒരു കാര്യത്തിനെ ബേസ് ചെയ്ത് എൻ്റെ ബാക്കിയുള്ള ഫ്യൂച്ചറിലേക്കുള്ള പ്ലാനുകൾ ഹിൻഡർ ചെയ്യാനോ എനിക്ക് താല്പര്യമില്ല. ഐ എം എ പേഴ്സൺ ഹു മൂവ്സ് ഓൺ. അതായത് ഒരു പ്രശ്നം വന്നു, ശരി തെറ്റുപറ്റി, ശരി സമ്മതിച്ചു, ഐ അക്സെപ്റ്റ്, ഐ അപ്പോളജൈസ്, ഐ വിൽ ജസ്റ്റ് മൂവ് ഓൺ ഫ്രം ഇറ്റ്. നമ്മൾ ഓരോ രാത്രി ആ വീട്ടിൽ എൻ്റെ സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ ആ വീട്ടിൽ ഓരോ രാത്രി കഴിയുമ്പോഴും അന്നത്തെ ദിവസം നടന്ന എല്ലാ ഇൻസിഡൻസും മറക്കുന്ന ആൾക്കാരിൽ വിരളം ചില ആൾക്കാരിൽ ഒരാളാണ് ഞാൻ ഒരാളോടും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ആദ്യത്തെ ആഴ്ചത്തെ കാര്യം പറഞ്ഞ് വേറൊരാളെ അതിനുശേഷം ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. അല്ലെങ്കിൽ തല്ല് പിടിക്കുമ്പോൾ പോലും എക്സ്ട്രീം ദേഷ്യം വരുമ്പോൾ പോലും ആദ്യത്തെ ആഴ്ചയോ രണ്ടാമത്തെ ആഴ്ചയോ എന്നോട് ചെയ്തൊരു അനീതി വെച്ചിട്ട് ഞാൻ ആരെയും ഹേർട്ട് ചെയ്തിട്ടില്ല. ഫ്രഷ് ആയിട്ട് എന്താണോ ഉള്ളത് അവർക്കെതിരെ ഉപയോഗിക്കാൻ പറ്റുന്നത് അത് മാത്രമേ ഞാൻ ട്രിഗർ ആയിട്ട് പോലും അല്ലെങ്കിൽ ഒരു പ്രൊവോക്കേഷന് പോലും ഉപയോഗിച്ചിട്ടുള്ള പോയിന്റ്സ് ഉള്ളൂ. അങ്ങനെ നോക്കുന്ന ഒരാളാകുമ്പോൾ ഇറ്റ്സ് ബേസിക് നേച്ചർ. എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ തന്നെ വിഷമിച്ചിരിക്കണമെന്നൊരു നിർബന്ധമില്ല. പുറത്ത് അതിലിപ്പോ ഭയങ്കര സ്വപ്നം കണ്ടു വന്നവരുണ്ടാവാം, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഇപ്പോ 100 ദിവസം തയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൽ നിന്ന് ചിലപ്പോൾ മോണിറ്ററി ബെനിഫിറ്റ്സ് ആവാം, അല്ലെങ്കിൽ ഫെയിം ആവാം, വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അതിൽ നിന്ന് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവാം, ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളവരുണ്ടാവാം. പക്ഷെ ആ ഗെയിം ഷോ ഒരിക്കലും ഞങ്ങൾ സൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഗെയിം ഷോയിലേക്ക് ആദ്യമായിട്ട് ഞാൻ കയറുന്ന സമയത്ത് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല 100 ദിവസം തികച്ചോളാന്ന്. 100 ദിവസം എല്ലാവരും തികച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട് ഒരാളും വിജയാവില്ല. ജനവിധിനെ മാനിക്കുന്നു അല്ലെ? 100%. ഞാൻ പറഞ്ഞു തരത്തില്ല, ഒരു മിനിറ്റ്. 100 ഡേയ്സ് എല്ലാവരും നിന്ന് കഴിഞ്ഞാൽ 18 പേര് 25 പീപ്പിൾ 25 പേരാണ് ആ വീട്ടിൽ ഇപ്പൊ ഈ സീസണിൽ വന്നിട്ടുള്ളത്. 25 പേരും ലാസ്റ്റ് വരെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ജയിക്കാൻ പറ്റില്ല. ഓർഗാനിക്കലി കുറെ പേര് പോയാൽ മാത്രമാണ് അവസാനം ഒരാൾക്ക് വിജയമാവാൻ പറ്റുള്ളൂ. ആ വിജയെ തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. അപ്പൊ ആ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് എങ്കിൽ ഒരു റീ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ പോവോ? 100% പോവും. 100%. ഓൾറെഡി അവിടെ വന്നു ജനവിധി മാനിച്ചിട്ട് പുറത്തായ ഒരാളാണ്. ശരിക്കും റീ എൻട്രിയിൽ അവിടെ കയറുന്നത് മറ്റ് സഹമത്സരാർത്ഥികളോട് കാണിക്കുന്ന നീതികേടല്ലേ? അങ്ങനെയെങ്കിൽ റീ എൻട്രി വേണോ എന്നോട് ചോദിച്ചാൽ ഞാൻ 100% പറയുമ്പോൾ എനിക്ക് വേണം. കാരണം ഞാൻ ആ ഗെയിം കളിക്കാൻ അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഫസ്റ്റ് ഡേ തൊട്ട് ടാസ്കുകളിലാണെങ്കിലും ഗെയിമിലാണെങ്കിലും അവിടെ ഉള്ളവരുടെ കൂടെ ആണെങ്കിലും ഐ റിയലി ലവ് ബീയിങ് ദെയർ. എനിക്ക് ആ സെറ്റ് ആണെങ്കിലും എല്ലാം ഞാൻ എൻ്റെ വീട് പോലെ കൺസിഡർ ചെയ്ത് ജീവിച്ചിട്ടുള്ള ഒരാളാണ്. സോ 100% എനിക്കിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് താല്പര്യമുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പേഴ്സണൽ ചോയ്സിൽ പറയും 110% I'll definitely go. ഓക്കെ, യെസ്. അപ്പൊ നമുക്കൊരു സെഗ്മെന്റിലോട്ട് പോവാണ്, പറയാതെ വയ്യ. റെഡി? അപ്പൊ ഞാൻ ഇപ്പൊ ഗബ്രി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഇറങ്ങിയ സമയത്ത് കുറെ അധികം വീഡിയോസിലെ പ്രേക്ഷകരുടെ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്, കമന്റ്സ് വരുന്നുണ്ട്. അപ്പൊ ആ കമന്റ്സ് ഞാനിവിടെ വായിക്കും. ആ ഒരു കമന്റ്സിന് എന്താണ് ഗബ്രിക്കോടുള്ള റിയാക്ഷൻ എന്താണെന്ന് പറയാം. പോവാം. യെസ്, യാ. സോ ഫസ്റ്റ് കമന്റ്, ജാസ്മിന്റെ നേരിലായിട്ട് ബിഗ് ബോസ് വീട്ടിൽ തുറന്നതാണ് ഗബ്രിയുടെ പരാജയ കാരണം എന്നായിരുന്നു ഒരു കമന്റ്. I don't agree. കുഴപ്പമില്ല. ഐ മീൻ പീപ്പിൾ ക്യാൻ ഹാവ് ഒപ്പീനിയൻസ്. എല്ലാവർക്കും ക്രിട്ടിസൈസ് ചെയ്യാനായിട്ടുള്ള അവകാശമുണ്ട്. കാരണം ഈ ഷോയിൽ പോകുന്ന സമയത്ത് ഇത് ഓഡിയൻസ് കാണുന്ന ഷോ ആണെന്നും ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഷോ ആണെന്നും പൂർണ്ണമായിട്ടുള്ള ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ആ ഷോയിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ജാസ്മിന്റെ നിഴൽ എന്ന് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇപ്പൊ അതുപോലെ തന്നെ ജാസ്മിനേക്കാളും അടിപൊളിയായിട്ട് കളിക്കുന്ന പ്ലെയർ എന്ന് പറയുന്നവരും ഉണ്ടാവും, അല്ലെങ്കിൽ ജാസ്മിനും ഗബ്രിയും ഒരുപോലെ കളിക്കുന്ന പ്ലെയേഴ്സ് ആണെന്ന് പറയുന്നവരും ഉണ്ടാവും. എല്ലാം പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇതൊരു ഹെൽത്തി ക്രിറ്റിസിസം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് അവരിപ്പോ പറയാണ് ജാസ്മിന്റെ, അവർക്ക് തോന്നി പേഴ്സണലി ഗബ്രി ജാസ്മിന്റെ താഴെ ചിലപ്പോൾ വിജയായി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ
അതിൻ്റെ അകത്ത് നടന്നിട്ടുള്ളത് 110% അല്ലെങ്കിൽ 100% ട്രൂത്ത് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുള്ളത് എഡിറ്റഡ് വേർഷൻസ് ആണ്, അല്ലെങ്കിൽ 24/7 ലൈവിൽ വരുന്നത് പോലും പല ക്യാമറകളിൽ ഒരു ക്യാമറ മാത്രമേ നിങ്ങൾക്ക് ഒരു സമയം കാണാൻ പറ്റുന്നുള്ളൂ. അതിൻ്റെ അകത്ത് എന്താ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് എന്താ നടന്നിട്ടുള്ളത് എന്നുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ബോധ്യം പുറത്തുള്ള ആർക്കും ഇല്ല. അപ്പോൾ ജാസ്മിൻ്റെ നിഴലാണ് ഞാൻ എന്ന് പറഞ്ഞാൽ, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നു, ജാസ്മിൻ്റെ നിഴലല്ല ഞാൻ ഒരിക്കലും. ജാസ്മിനും ഞാനും ഒരുപോലെ നിൽക്കുന്ന ആൾക്കാരാണ്. അതിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് നിഴലുകളായിരിക്കും. കാരണം രണ്ടുപേരും ഇൻഡിവിജ്വലി കൃത്യമായിട്ടുള്ള മാർക്കുകൾ ആ വീട്ടിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരിൽ ഒരാളെ ആരെ ആ വീട്ടിൽ നിന്ന് എന്നെ മാറ്റിക്കഴിഞ്ഞാലും ജാസ്മിനെ മാറ്റിക്കഴിഞ്ഞാലും ആ വീട്ടിലൊരു ഇമ്പാക്റ്റ് ഉണ്ട്, ഗെയിമിനൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അതിൽ നിന്ന് തന്നെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും രണ്ടുപേരും ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുന്ന ആളുകളാണ്. ഒരാളുടെ നിഴലല്ല. ജാസ്മിന്റെ നിഴലായിട്ട് ഞാൻ നിന്നിരുന്നെങ്കിൽ 5 പ്രാവശ്യം ഞാൻ പവർ റൂമിൽ വരില്ല, 5 പ്രാവശ്യം ജാസ്മിനായിരുന്നു പവർ റൂമിൽ വരേണ്ടത്, ഞാൻ താഴെ നിന്ന് പണിയെടുക്കേണ്ടവനായിരുന്നു. അപ്പോൾ നിഴലൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരുമിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ, ഒരു കോംബോ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു പ്രണയം എന്തോ മറ്റെന്തോ രീതിയിലേക്കോ പ്രേക്ഷകർ വിലയിരുത്തുന്നുള്ള രീതിയിലേക്ക് നിലനിൽക്കുമ്പോൾ തന്നെ, മുമ്പാണെങ്കിൽ പോലും ഇപ്പൊ പേളി ശ്രീനിഷ് എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ എപ്പോഴും ബിഗ് ബോസ് എല്ലാ സീസണും എടുത്ത് പറയുന്നത്. കണ്ടിട്ടില്ല. അത്തരം ഒരു സ്ട്രാറ്റജി എടുക്കാൻ നോക്കിയിരുന്നോ? ഞാൻ ഒരു സ്ട്രാറ്റജി ആ വീട്ടിൽ എടുക്കാൻ നോക്കിയിട്ടില്ല. ഞാൻ ഇന്റലിജന്റ്ലി പ്ലേ ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ. എന്റെ ഇൻറ്റ്യൂഷൻസ് ബേസ് ചെയ്തിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഗെയിമിൽ മാത്രമല്ല, ജീവിതത്തിലാണെങ്കിലും ഇൻറ്റ്യൂഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എനിക്ക് തോന്നുന്ന, ഇപ്പൊ ഇഫ് ഐ ഫീൽ ലൈക്ക് ദിസ് ഇസ് റൈറ്റ്, ദാറ്റ് ഇസ് റൈറ്റ് ഫോർ മീ. അതിലൊരു മൊറാലിറ്റി സൈഡും ഉണ്ട്, അതും കൺസിഡർ ചെയ്യും. അങ്ങനെ ഇന്റലിജന്റ് ആയിട്ട് മൂവ് ചെയ്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ഇത്തരം ഒരു പ്രണയം ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് ഗബ്രിയുടെ ഇന്റലിജൻസ് അല്ലേ? ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം. ശരിക്കും ഫേക്ക് ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം, അല്ലെങ്കിൽ റിയൽ ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? കാരണം ഫേക്ക് ആണെന്നുള്ള പറയാൻ കാരണം ഓൾറെഡി ഗബ്രി പറഞ്ഞു കഴിഞ്ഞു, അത് ഓൾറെഡി ഗെയിമിന്റെ ഭാഗമായിരുന്നു. ഗെയിമിന്റെ ഭാഗമായിരുന്നു എന്ന് എപ്പോ പറഞ്ഞു? ഞാൻ പ്രണയം ഗെയിമിന്റെ അല്ലെങ്കിൽ ഞാനും ജാസ്മിനും പറഞ്ഞിട്ടില്ല. അതിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. എങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഇമോഷൻസ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രണയം എന്ന് നിങ്ങൾ പറയുന്ന ടാഗാണ്. ലവ് എന്ന് പറഞ്ഞാൽ പ്രണയം മാത്രമല്ല, ലവിൽ ഇഷ്ടം, സ്നേഹം, പ്രണയം എല്ലാം പെടും. ഇമോഷൻസ് ആണ്, ഹ്യൂമൻ ഇമോഷൻസ്. നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പരസ്പരം കൊടുക്കുന്ന കൺസിഡറേഷനും കെയറും സ്നേഹമാണ് ഈ പറയുന്ന ലവ് എന്ന് പറയുന്നത്. ആ ഇമോഷൻ ആ വീട്ടിൽ എല്ലാവരോടും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവരെക്കാൾ എല്ലാത്തിനും ഒരുപാട് അധികം എനിക്ക് ജാസ്മിനോട് ഉണ്ടായിട്ടുണ്ട്. ജാസ്മിനും ഞാനും, ഞാൻ പറഞ്ഞ പോലെ തന്നെ, വി ആർ മോർ ലൈക്ക് ട്വിൻസ്. ഞാൻ എന്നെ തന്നെയാണ് ഞാൻ ജാസ്മിനിൽ കാണുന്നത്. ഇറ്റ്സ് ലൈക്ക് എ മിറർ. എൻ്റെ കുറെ ക്യാരക്ടറിസ്റ്റിക്സ്, എൻ്റെ കുറെ ചിന്താഗതികൾ, ഞാൻ ചിന്തിക്കുന്ന രീതികൾ, അല്ലെങ്കിൽ ഇന്റലിജൻസ് വൈസ് ആണെങ്കിലും നമ്മൾ നോക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് മിറർ ന്യൂറോൺ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ. അത് ഇഫ് ഐ എം നോട്ട് റോങ്, എനിക്കിത് കറക്റ്റ് ആയിട്ട് ഇതിനെ കുറിച്ച് അറിയില്ല, പക്ഷെ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. മിറർ ന്യൂറോൺസ് ഈസ് ബേസിക്കലി when you see someone like similar to you, you will feel attracted to them naturally. അതായത് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അട്രാക്ഷൻ അല്ല, നാച്ചുറലി. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ബ്രോന്റെ ബോഡി ലാംഗ്വേജിലും മാനറിസംസിലും സംസാര ശൈലിയിലും ചിന്താഗതിയിലും ഞാൻ എൻ്റെ കുറെ ഫീച്ചേഴ്സ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. നമ്മൾ തമ്മിലൊരു കണക്ഷൻ എനിക്ക് നാച്ചുറലി ഫീൽ ചെയ്യും. അത് ഞാൻ കണ്ടിട്ടുള്ളത് ആ വീട്ടിൽ ഒരേ ഒരാളുള്ളൂ, അത് ജാസ്മിനാണ്. പിന്നെയും കുറച്ചുകൂടി എനിക്ക് അങ്ങനെ കണക്ട് ആവാൻ തോന്നിയിട്ടുള്ളത് പൂജയാണ്. പൂജ വാസ് എ ലിറ്റിൽ ബിറ്റ് സിമിലർ തിങ്കിങ് ടു മീ. ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചിട്ടുള്ള 1-2 അവസരങ്ങൾ മാത്രമേ നല്ല ലോങ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ആ സമയത്തൊക്കെ ഐ ഫെൽറ്റ് ദ സെയിം തിങ്. അതായത് പൂജ ഇസ് വെരി സ്മാർട്ട്. പൂജ ഭയങ്കര സ്മാർട്ടായിട്ട് ചിന്തിക്കുന്ന ആളാണ്. ഞാനും പൂജയും ചിന്തിക്കുന്ന ഗെയിം ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പോൾ ജാസ്മിൻ ആ കാര്യത്തിൽ വി വർ ദ സെയിം. ഞങ്ങൾ ചിന്തിക്കുന്ന രീതി സെയിം ആണ്, ഗെയിം കളിച്ചിരുന്ന രീതിയും സിമിലർ ആണ്. അതിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആ ഗബ്രി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, സൗഹൃദം എന്നല്ല അതിനപ്പുറത്തേക്ക് മേലെയാണ് എന്നുള്ളത്. ഒബ്വിയസ്ലി നമുക്ക് ഒരിക്കലും ഒരാളോടുള്ള ഒരു ഇഷ്ടത്തിന് അളക്കാൻ പറ്റില്ല. ഈ പലതിനും പല സൗഹൃദങ്ങളിലോ അല്ലെങ്കിൽ എന്ത് തരം റിലേഷൻഷിപ്പ് ആണെങ്കിലോ പേര് ഇടാൻ പറ്റാത്ത, പേര് വിളിക്കാൻ പറ്റാത്ത പല രീതിയിലേക്കും ഉണ്ടായിരിക്കാം. എങ്കിൽ പോലും ഇപ്പൊ ജാസ്മിൻ എത്തുമ്പോൾ ഓൾറെഡി പറയുന്നുണ്ട് കമ്മിറ്റഡ് ആണ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണ് എന്നുള്ള രീതിയിൽ. ജാസ്മിൻ അവിടെ എത്തുമ്പോൾ ആരുടെ അടുത്തും കമ്മിറ്റഡ് ആണ്, റിലേഷൻഷിപ്പിലാണെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞ സമയം ഉണ്ടായിരുന്നു. ജാസ്മിൻ കമ്മിറ്റഡ് ആണെന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ ആയിട്ട്, അതായത് കരഞ്ഞ് ബ്രേക്ക് ഡൗൺ ആയി ഫുള്ളി മെന്റൽ ബ്രേക്ക് ഡൗൺ സ്റ്റേജിലാണ് ജാസ്മിൻ പറയുന്നത് ഞാൻ കമ്മിറ്റഡ് ആണ് ഗൈസ് എന്ന് പറയുന്നത്, ഇനിയെങ്കിലും നിർത്ത് എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ അത് പറയുന്നത്. ഓക്കെ, പക്ഷെ ഓൾറെഡി ഗബ്രിയുടെ അടുത്ത് ഷെയർ ചെയ്തു എന്നുള്ള രീതിയിലേക്ക് ജാസ്മിൻ പറയുന്നുണ്ടല്ലോ അതില്. ഗബ്രിയുടെ അടുത്ത് എപ്പോ ഗബ്രിയുടെ അടുത്ത് ഷെയർ ചെയ്തു? ആദ്യത്തെ ആഴ്ച കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ച തുടക്കത്തിൽ എങ്ങാണ്ട് എന്റെ അടുത്ത് പറഞ്ഞു. കമ്മിറ്റഡ് ആണെന്നുള്ള വാക്ക് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. റിലേഷൻഷിപ്പിലാണെന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്റെ കല്യാണം ഒരു സ്ഥലത്ത് ഒരാളുടെ അടുത്ത് പറഞ്ഞ് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഉറപ്പിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ വാക്ക് കൊടുത്തിട്ടുണ്ട്, തിരിച്ചു ചെന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ളത് കമ്മിറ്റ്മെന്റ് ആവാം. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഗബ്രിയുടെ കയ്യിൽ നിന്നുണ്ടായിട്ടുള്ള സമീപനത്തിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. സമീപനത്തിൽ എന്തിനാണ് ജാസ്മിൻ ആയിട്ടുള്ള രീതിയിലേക്കാണെങ്കിൽ പോലും ഇപ്പൊ ഈവൻ ടച്ച് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും കിസ് ചെയ്യുന്നതാണെങ്കിലും അത് ശരിക്കും തെറ്റാണോ? കിസ് ചെയ്യുന്നത് തെറ്റാണോ? കമ്മിറ്റഡ് ആയിരിക്കുന്ന ആളെ കിസ് ചെയ്യുന്നത് തെറ്റാണോ? നിങ്ങൾ ഫ്രണ്ട്സിനെ ഇതേവരെ കിസ് ചെയ്തിട്ടില്ല? ഇല്ല. ഞാൻ ചെയ്തിട്ടുണ്ട്.
എനിക്കത് തെറ്റല്ല. അങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നേരത്തെ എന്തുകൊണ്ട് അതാണ് തെറ്റ്. ഇപ്പൊ ബ്രോ പറഞ്ഞതാണ് തെറ്റ്. എന്താ ഞാൻ പറഞ്ഞത്? ഞാൻ ചോദ്യം കംപ്ലീറ്റ് ചെയ്തില്ല. ഞാൻ ചോദിക്കുന്നത് ഓൾറെഡി പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്. അതുപോലെ തന്നെ ഗബ്രി പറയുന്ന ഒരു കാര്യമുണ്ട്, ജനവിധി മാനിക്കുന്നു എന്നുള്ളത്. ഈ ജനവിധി മാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ എങ്ങനെയൊക്കെ അവരുടെ വിലയിരുത്തലുകളും കാഴ്ചപ്പാടുകളും കൂടി ഉൾക്കൊള്ളുന്നു എന്നൊരു അർത്ഥം കൂടിയുണ്ട് ഇല്ലേ? അപ്പോഴാണല്ലോ ജനവിധി മാനിക്കുക. അല്ല, ജനവിധി എന്ന് പറയുന്നത് വോട്ടാണ്. ഈ വോട്ട് വരുന്നത് എങ്ങനെയാ? മത്സരാർത്ഥികളുടെ എങ്ങനെ ഗെയിം കളിക്കുന്നു, അവരുടെ സ്ട്രാറ്റജി എന്താണ്, അവരുടെ പെരുമാറ്റം എങ്ങനെയാണ്, എങ്ങനെ ചെയ്യുന്നു. പറ്റില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ജനവിധി എന്ന് പറയുന്നത് എപ്പോഴാ? അവരുടെ കാഴ്ചപ്പാട് എങ്ങനെ ഗെയിം കാണുന്നു എന്നുള്ളത്. വോട്ട് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അവരെങ്ങനെ ഗെയിം ചെയ്യുന്നു, എങ്ങനെ അവിടെ ബിഹേവ് ചെയ്യുന്നു, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ മാനദണ്ഡമായി മാറുന്നുണ്ട് ഇല്ലേ? അങ്ങനെ വരുമ്പോ ഇത് അവരുടെ പ്രശ്നമല്ല. ഇപ്പൊ ഞാൻ ചെയ്യുമ്പോൾ തെറ്റെല്ലാം പറയുമ്പോ ജനവിധി അല്ലെങ്കിൽ ജനങ്ങളുടെ കാഴ്ചപ്പാടിന് മാനിക്കുന്നില്ല എന്നും കൂടി അർത്ഥമില്ലേ അതിനെ? ജനങ്ങളുടെ കാഴ്ചപ്പാടിനെ മാനിക്കില്ല. ജനവിധി ആ വീട്ടിൽ ആർക്കും അറിയാൻ പറ്റില്ല. ജനവിധി അറിയുന്നത് വീക്കെൻഡ് എപ്പിസോഡിൽ എവിക്ഷൻ നടക്കുമ്പോൾ മാത്രമാണ് ഓരോരുത്തരുടെയും ജനവിധി അറിയുന്നത്. അല്ലെങ്കിൽ വോട്ടിന്റെ ബേസിലാണ് ജനവിധി അറിയുന്നത്. ആ ജനവിധി ആ വീട്ടിൽ അറിയാൻ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ലഭിക്കാത്ത ഒരാൾ ഞാനാണ്. അപ്പൊ ഞാൻ എങ്ങനെ ജനവിധി മനസ്സിലാക്കും? നോമിനേഷനിൽ ഏറ്റവും മിനിമം വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ എങ്ങനെ ജനവിധി മനസ്സിലാക്കും? നോമിനേഷനിലൂടെ മാത്രമാണ് ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നോമിനേഷനിൽ ജാസ്മിൻ കുറെ നോമിനേഷൻ വന്നിട്ട് ജാസ്മിൻ എല്ലാത്തിനും രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിർത്തുന്ന സമയത്ത് ഞാൻ എങ്ങനെ ജനവിധി മനസ്സിലാക്കും? ഗബ്രി ചോദ്യത്തിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയി. പറഞ്ഞത് വെരി ക്ലിയർ ആണ്. അതായത് നേരത്തെ ഗബ്രി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്ത് തന്നെയാണെങ്കിലും ജനവിധി മാനിക്കുക എന്നുള്ളതിനാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്നുള്ളത് അല്ലെ? അങ്ങനെ വരുമ്പോ ഇങ്ങനത്തെ ഒരു സീൻ വരുമ്പോ ജനങ്ങളുടെ പലതരത്തിൽ പ്രേക്ഷകർ അഭിപ്രായങ്ങൾ വന്നേക്കാം. ഇത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം എന്നുള്ള വാക്ക് ഞാനോട് ഉപയോഗിക്കാൻ കാരണം എങ്ങനെ അവരെടുക്കുന്ന പല രീതിയിൽ അപ്പൊ ഇങ്ങനെ കമ്മിറ്റ് ചെയ്തു എന്നുള്ള ഒരാൾ അവിടെ വരുമ്പോ അത് തന്നെ എടുക്കുന്നത് ഒരു പക്ഷേ എങ്കിൽ ഈ ജനങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ പുറമെ നിന്നുള്ള ആരും കാണാൻ പറ്റുന്നില്ല. ഒരു പക്ഷെ അവരുടെ പ്രതിനിധികളായിട്ട് കാണാൻ പറ്റുന്ന ഒരു പക്ഷെ സഹമത്സരാർത്ഥികൾ തന്നെയായിരിക്കാം. അല്ല. അപ്പൊ അവര് പറയുന്നതിൽ ഒരു കാര്യമില്ല. പറയുന്നതിൽ കാര്യമില്ലെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. എനിക്കിപ്പോ ജിൻഡോജന്റെ അടുത്ത് പറയാൻ പറ്റില്ല നാളെ തൊട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യരുത്, അല്ലെങ്കിൽ നാളെ തൊട്ട് നിങ്ങൾ അങ്ങനെ ചെയ്തൊരു കാര്യം അല്ലെങ്കിൽ ഒരു തെറ്റ് നാളെ തൊട്ട് നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പുള്ളി അത് ചെയ്യാതിരിക്കേണ്ടതായിട്ട് ഒരു ആവശ്യമില്ല. അതൊരു ഗെയിം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദിസ് ഇസ് എ ഗെയിം. ഇതൊരു ഗെയിം ഷോ ആണ്. ഇതില് റിയാലിറ്റി അല്ല. ജനങ്ങളുടെ പ്രതിനിധികളെക്കാൾ കൂടുതൽ അവിടെ ഉള്ളവരാണ് അവരവരുടെ പ്രതിനിധികൾ. ഇതൊരു ലാലേട്ടൻ ഇതിന് കറക്റ്റ് ആയിട്ട് ഈ ഗെയിമിനെ എക്സ്പ്ലെയിൻ ചെയ്തു. ജനങ്ങൾക്ക് വേണ്ട രീതിയിൽ ഗെയിം കളിച്ച് ജയിച്ചു വരിക എന്നുള്ളതിലല്ല അതിൽ കാര്യം. ഒരാളുടെ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. അതിൽ ഞാൻ ഒരാളും പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല ആ വീട്ടിലേക്ക് പോകുന്നത്. നമ്മൾ സെൽഫ് എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ടാണ് ആ വീട്ടിലേക്ക് പോകുന്നത്. നമ്മളെ തന്നെ മനസ്സിലാക്കി നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അതിനെ മാറ്റാൻ. അതായത് ഞാൻ എന്നെ തന്നെ ചിലപ്പോ ഒരുപാട് എനിക്ക് ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല ജീവിതത്തിൽ. ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മുടെ റിയൽ സാധനം പുറത്തു വരാം. അതിന് വേണ്ടിയിട്ടാണ് ഇറ്റ്സ് എ സെൽഫ് എക്സ്പ്ലോറേഷൻ ഷോ, ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേഷൻ ഷോ എന്ന് വ്യക്തമായിട്ട് ബിഗ് ബോസും ലാലേട്ടനും ഒക്കെ ഈ സീസണിൽ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ സീസണിൽ എടുത്തെടുത്ത് പറഞ്ഞായിരുന്നു. ജനവിധി അറിയാൻ പറ്റുന്നത് വോട്ടിങ്ങിലൂടെ മാത്രമാണ്. എനിക്ക് ആ ജനവിധി അറിയാൻ പറ്റിയിട്ടില്ല. പിന്നെ ചെയ്യുന്നത് നമ്മളുടെ ശരിയാണ്. അതായത് ജനവിധി അറിഞ്ഞില്ലെങ്കിൽ അതിപ്പോ ജനവിധി ആ വീട്ടിൽ ആർക്കും അറിയാൻ പറ്റില്ല. വോട്ടിംഗ് മാത്രം അറിയാൻ പറ്റുള്ളൂ. അതിലും ആൾക്കാർ എന്താണ് ചിന്തിക്കുന്നത്, നെഗറ്റീവാണോ പോസിറ്റീവാണോ, മറ്റേ രാജാവാണോ ഭടനാണോ എന്നുള്ളതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ആകെ അറിയാൻ പറ്റുന്നത് നമ്മൾ സേഫ് ആയോ എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളെക്കാൾ മോശം കളിക്കുന്ന ഒരാൾ ഔട്ട് ആവുമ്പോൾ പോലും വോട്ടിങ്ങിൽ നമുക്ക് അറിയില്ല നമുക്ക് എത്രത്തോളം സപ്പോർട്ട് പുറത്തുണ്ടെന്നുള്ളത്. വോട്ടിന്റെ നമ്പർ ഒന്നും കാണിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വോട്ട് ചെയ്തതെന്ന് ആരും പറയുന്നില്ല. ആ വീട്ടിൽ വന്നിരിക്കുന്ന ഓരോരുത്തരും ഗെയിം കളിക്കാൻ വന്നിട്ടുള്ളവരാണ്. അവരുടെ അഭിപ്രായങ്ങളെല്ലാം മോസ്റ്റ്ലി ടാർഗറ്റഡ് അഭിപ്രായങ്ങളാണ്. എങ്ങനെ മറ്റൊരാളെ തളർത്താം, എങ്ങനെ മറ്റൊരാളെ കരുതേച്ച് അല്ലെങ്കിൽ എങ്ങനെ മറ്റൊരാളെ പറഞ്ഞ് താഴ്ത്തി അവരെ ആ ഗെയിമിൽ നിന്നും പുറത്താക്കാം എന്നുള്ളതാണ് അവിടെയുള്ള ഓരോരുത്തരുടെയും ലക്ഷ്യം. അപ്പോൾ 100% അവിടെ ഉള്ളവരുടെയും അഭിപ്രായങ്ങളെ മാനിക്കേണ്ട ആവശ്യമില്ല. ബിഗ് ബോസ് എന്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല ഗബ്രി ജാസ്മിനോട് സംസാരിക്കരുത്, ഗബ്രി ജാസ്മിനെ ദേഹത്ത് തൊടരുത് എന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അത് ഷോ ക്രൂ അല്ലെങ്കിൽ അവര് അത് പറയുന്നത് വരെ ഞാനത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് റൂൾസിനെ വഞ്ചിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ പറഞ്ഞു തരത്തില്ല. പിന്നെ പറഞ്ഞു തൊടുന്നത് തെറ്റാണ് അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്നത് തെറ്റാണ്. കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ തൊടുന്നതോ കൂടെ ഇരിക്കുന്നതോ തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഉമ്മ കൊടുക്കുന്നതും 110% അങ്ങനെ തെറ്റല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത് പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ആള് അല്ലെങ്കിൽ ജാസ്മിനായിട്ട് വിവാഹം ഉറപ്പിച്ച ഒരാൾ പിന്നീട് അത് വേണ്ടെന്ന് വെക്കുന്നു? അത് എന്നോടല്ലോ അത് ചോദിക്കേണ്ടത്, ആളോടല്ല ചോദിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യക്തമല്ലേ? കാരണം അത്രത്തോളം ഒരു പ്രശ്നമല്ല, ഇത് സൗഹൃദത്തിന്റെ ഭാഗം മാത്രമാണെന്ന് പറയുമ്പോൾ അതിന്റെ കാഴ്ചപ്പാട് അങ്ങനെയല്ല എന്നുള്ളൊരു സൊസൈറ്റി ഇവിടെ ഓൾറെഡി ഉണ്ട് എന്നുള്ളത് കൂടി നേരത്തെ പറഞ്ഞ ജനവിധിയുടെ ഭാഗമാണ്. പറഞ്ഞ വാക്കാ പ്രശ്നം. ഏതാണ്? സൊസൈറ്റി. ആ പയ്യൻ എന്തുകൊണ്ടായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അറിയോ? അവന് സഹിക്കാൻ പറ്റാത്തോണ്ടായിരിക്കും അവൻ ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവുക. അതായത്
പുറത്ത് നിന്ന് എൻ്റെ വീട്ടുകാർ, ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്, എൻ്റെ അപ്പനും അമ്മയും പുറത്തുണ്ടായിരുന്നവരാ, എൻ്റെ കൂട്ടുകാർ പുറത്തുണ്ടായിരുന്നവരാ, അവർ വ്യക്തമായിട്ട് പറഞ്ഞു പുറത്ത് എന്താ നടന്നിട്ടുള്ളതെന്നുള്ളത്. അതിൻ്റെ അകത്ത് നടന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയില്ല. അതിൻ്റെ അകത്ത് നടന്നിട്ടുള്ള പെർസ്പെക്റ്റീവ് എനിക്കും അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിന് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളത് എനിക്കും ജാസ്മിനും മാത്രമേ അറിയുള്ളൂ. ജനങ്ങൾക്ക് അറിയില്ല. ജാസ്മിനും കൂടി പുറത്തു വന്ന് ഞാൻ അറിയിച്ചാൽ മാത്രമേ അത് ജനങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ആ സമയത്ത് ആ പയ്യന് ഭയങ്കരമായിട്ടുള്ള അറ്റാക്ക് വന്നിട്ടുണ്ടാവും, ഭയങ്കരമായിട്ട് ഇന്റർനെറ്റിൽ അറ്റാക്ക് വന്നിട്ടുണ്ടാവും. അതും പറയുന്ന വൃത്തികേട് കേട്ട് കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഇമോഷണലി വീക്ക് ആവും. പ്രത്യേകിച്ച് ഇത്രയും സ്ട്രെങ്ത് ഇല്ലാത്ത ഒരാളാണെങ്കിൽ, അതായത് മെന്റലി നമുക്ക് അത്രയും ഹാൻഡിൽ ചെയ്ത് ഡീൽ ചെയ്ത് പറ്റാത്ത ഒരാളാണെങ്കിൽ, കേരളത്തിൽ ഒരു 10,000-20,000 പേര് നമ്മുടെ DMs വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തെറിയും അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ കുറിച്ചും സക്ഷേമവും അങ്ങനെ മോശമായിട്ട് ചെയ്താൽ ആർക്കായാലും വിഷമം തോന്നും. അതൊരിക്കലും ആരുടെയും അവിടെയാണ് സൊസൈറ്റി എന്ന് പറയുന്ന വാക്ക്. ഈ കൃത്യമായിട്ട് വോട്ടിങ്ങിന്റെ കാര്യത്തിൽ ജനങ്ങളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും അത് ഉൾക്കൊള്ളുന്ന ഒരാൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ ഈ താല്പര്യങ്ങളെ അല്ലെങ്കിൽ ഇഷ്ടങ്ങളെ അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകരുടെ വ്യൂ പോയിന്റിനെ മാനിക്കാത്ത എന്തുകൊണ്ടാണ്? ഇവിടെ വന്നപ്പോൾ കൃത്യമായിട്ട് അതിനെ മാറ്റിയല്ലോ. കാരണം ഇപ്പൊ സൊസൈറ്റിയുടെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും ഇത്തരത്തിലുള്ള സംസാരങ്ങളുമാണ് ആ ചെക്കനെ ഇങ്ങനെ ചെയ്യിപ്പിച്ചെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ ഷോ കണ്ടിട്ടുണ്ടോ? ഞാൻ അതിന്റെ അകത്ത് വെച്ചും കൃത്യമായിട്ട് എന്റെ നിലപാടിൽ ഒരു മാറ്റവും പറഞ്ഞിട്ടില്ല. എന്റെ അകത്തും വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സദാചാര ബോധത്തോടു കൂടി ഇതിനെ നോക്കി കണ്ടു കഴിഞ്ഞാൽ എന്റെ വ്യക്തിപരമായുള്ള അഭിപ്രായത്തിനെ മാറ്റാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന്. ഞാൻ എന്തിനാണോ 110 പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? 100% ഞാൻ പറയാം, സദാചാര ബോധം എന്നുള്ളൊരു ആംഗിളിൽ കൂടെ മഞ്ഞ കണ്ണട വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതെല്ലാം മഞ്ഞയായിട്ടേ കാണാൻ പറ്റുള്ളൂ. കൈ പിടിച്ചിരിക്കുന്നത് ഇത്രയും ആംഗിളിൽ കട്ട് ചെയ്താൽ അത് വേറൊരു അർത്ഥത്തിലേ വരുള്ളൂ. ചിലപ്പോൾ വീണ് കിടക്കുന്ന ഒരാളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതായിരിക്കും ആ കൈ. എങ്ങനെ കാണിക്കുന്നു എന്നുള്ളതിലാണ് അതിന്റെ കാര്യം. അതിന്റെ അകത്ത് വെച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സദാചാര ബോധത്തിനെതിരെയാണ് ഞാൻ നിൽക്കുന്നത്. എന്റെ കൃത്യമായിട്ടുള്ള ബോധ്യം എന്റെ ഇഷ്ടപ്പെടുന്നവർക്കും എന്റെ കുടുംബത്തിനും എന്നെ അറിയാവുന്നവർക്ക് അറിയാം, എന്റെ കുടുംബത്തിനും അറിയാം. അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ പുറത്തു വന്നപ്പോൾ കൃത്യമായിട്ട് ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ 1000കണക്കിന് ഇമെയിലുകൾ ഞാൻ കാണിച്ചു തരാം, ഇത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ളവർ. പിന്നെ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല 100% പ്രേക്ഷകർക്കും ഗബ്രി ചെയ്തത് തെറ്റായിട്ട് തോന്നിയെന്ന് ഒരിക്കലും റോഹൻ എന്നല്ല ആർക്കും പറയാൻ പറ്റില്ല. കാരണം നോമിനേഷനിൽ വന്ന് ഒരാഴ്ച ഞാൻ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാത്തിനും പെർസ്പെക്റ്റീവാ. ഇതാണ് ഈ ഗെയിം. അതായത് ഒരിക്കലും തെറ്റോ ശരിയോ, ഇറ്റ്സ് നോട്ട് അബൌട്ട് റൈറ്റ് ഓർ റോങ്. ഇതൊരു ഗ്രേ ഏരിയ ആണ്. ഇതിൽ വൈറ്റും ബ്ലാക്കും ഇല്ല, മൊത്തം ഒരു ഗ്രേ ഏരിയ ആണ്. അത് ഹ്യൂമാനിറ്റി, നമ്മുടെ ഹ്യൂമൻ മൈൻഡ് ഇസ് എ ഗ്രേ മാറ്റർ. അതിൽ ബ്ലാക്കും വൈറ്റും രണ്ടാണ്. അതിലൊരു എക്സ്ട്രീം പറയാൻ പറ്റില്ല. എല്ലാം നല്ലതെന്ന് പറയാൻ പറ്റില്ല, എല്ലാം ചീത്തയാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാം ഉണ്ട്. ഞാനും ജാസ്മിനും ഉമ്മ വെച്ചതും കൈ പിടിച്ചിരുന്നതും മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. പരസ്പരം കൈ കൊടുത്ത് എഴുന്നേൽപ്പിച്ചതും, ഭക്ഷണം കഴിക്കാതിരുന്ന സമയത്ത് നിർബന്ധിച്ച് കഴിപ്പിച്ചതും, സിക്കായിരിക്കുന്ന സമയത്ത് വെള്ളവും മരുന്നും കൊണ്ടു കൊടുക്കുന്നതും ഒന്നും ആരും അപ്രീഷിയേറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ക്രിറ്റിസിസം മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ, അപ്രീസിയേഷൻ അവിടെ വന്നിട്ടില്ല. അപ്പൊ എന്താണ്? അവിടെ എല്ലാവരും ബ്ലാക്ക് അല്ലെങ്കിൽ തെറ്റിനെ മാത്രമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ ക്രിറ്റിസിസം ഇഷ്ടമുള്ള ഒരാളാന്ന് കൂടി പറഞ്ഞു. ക്രിറ്റിസിസം ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് ജീവിതത്തിൽ ക്രിറ്റിസിസം, ഞാൻ പറയുന്നത് എനിക്ക് ബാലൻസ് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ജീവിതത്തിൽ ബാലൻസ് ആണ്. നല്ലതും ഉണ്ടാവാം, ചീത്ത ഉണ്ടാവാം, രണ്ടും ഞാൻ ഒരേപോലെ എടുക്കുള്ളൂ. ആ ബാലൻസ് വേണം. ചീത്ത മാത്രമായി കഴിഞ്ഞാൽ നമുക്ക് മനം മടുക്കും, നമുക്ക് ഡിപ്രസ്ഡ് ആയി പോകും. നല്ലത് മാത്രമായി കഴിഞ്ഞാൽ നമുക്ക് അഹങ്കാരം വരും, അല്ലെങ്കിൽ മടുപ്പ് വരും നല്ലതിനോട്. അപ്പൊ രണ്ടും വേണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ക്രിറ്റിസിസവും വേണം, അപ്രീസിയേഷനും വേണം. പക്ഷെ ഞാൻ പറയുന്നത്, ഞാൻ എന്റെ കാര്യമല്ല പറയണത്, ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് പറയുന്നത്, ഞാൻ ചെയ്ത കാര്യങ്ങളല്ല. റോഹൻ ഒരിക്കലും എന്നോട് ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രിറ്റിസിസം മാത്രമൊന്നും പറയാൻ പറ്റില്ല. കാരണം ക്രിറ്റിസിസം ചെയ്യുന്നത് ഞാനല്ല, പ്രേക്ഷകർ അല്ലെങ്കിൽ പ്രേക്ഷകരിൽ ഒരു പറ്റം വ്യക്തികൾ ആണ് ക്രിറ്റിസിസം ചെയ്യുന്നത്. ക്രിറ്റിസിസം, ഹെൽത്തി ക്രിറ്റിസിസം ഓക്കെയാണ്. ബുള്ളിങ് is a different thing. Criticism is one thing, bullying is a different thing. അപ്പൊ അത് രണ്ടും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബുള്ളിങ്ങിനെതിരെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ക്രിറ്റിസിസത്തെ ഇങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത് കൃത്യമായിട്ട് നമ്മുടെ താല്പര്യങ്ങളും താല്പര്യക്കേടുകളും അല്ലേ, അങ്ങനെയല്ല വ്യത്യാസപ്പെടാൻ പറ്റുക. അല്ല, ചില കാര്യങ്ങൾ നമുക്ക് യോജിക്കാൻ പറ്റും, ചില കാര്യങ്ങളുടെ രീതിയിലേക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നത്. ഇത് അവർ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ ഇത്തരം ക്രിറ്റിസിസം എനിക്ക് ഇഷ്ടമല്ല, പാടില്ല എന്നുകൂടി ഇല്ലേ വ്യത്യാസം? അതല്ലേ പറഞ്ഞു വരുന്നത്? അല്ലല്ല, ഞാൻ അതല്ല പറഞ്ഞു വന്നത്. ഇപ്പൊ റോഹൻ പറഞ്ഞതിന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. വ്യക്തിപരമായിട്ടുള്ള ചോയ്സിൽ ഇപ്പോൾ എനിക്ക് ആസ് എൻ ഇൻഡിവിജ്വൽ റോഹൻ ഒരു പെൺകുട്ടീനെ ഉമ്മ വയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. അത് ക്രിറ്റിസിസം ആണ്. പക്ഷെ അത് പേഴ്സണൽ ക്രിറ്റിസിസം ആണ്, അത് ഇൻഡിവിജ്വൽ അഭിപ്രായമാണ്. റോഹൻ ഉമ്മ വെച്ചത് ഒരിക്കലും തെറ്റല്ല. അത് മോറലി നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൊസൈറ്റൽ ടേംസിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെ ഒരു ആൺകുട്ടി കവിളത്ത് അല്ലെങ്കിൽ നെറ്റത്ത് സ്നേഹത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ കൺസിഡറേഷന്റെ പുറത്ത് വിഷമം വരുമ്പോൾ ഒരു ഉമ്മ കൊടുക്കുന്നത് ഒരിക്കലും തെറ്റല്ല. പക്ഷെ അത് എനിക്ക് തെറ്റാവാം. ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങൾ, എന്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ദ വേ ഐ വാസ് ബ്രോട്ട് അപ്പ്, ഇറ്റ് കുഡ് ബി റോങ് ഫോർ മീ. അപ്പൊ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് പറയാം, റോഹൻ അത് ചെയ്യരുത്, അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. പക്ഷെ റോഹന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ അത് തെറ്റല്ല. റോഹന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ റോഹൻ മനം മടുത്തിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കൺസിഡറേഷന്റെ പുറത്ത്, സ്നേഹത്തിന്റെ പുറത്ത് ചെയ്തതാണത്. അതിലൊരിക്കലും വേറൊരു ആംഗിൾ കൊണ്ടുവരാൻ റോഹന് താല്പര്യമില്ല, റോഹൻ അങ്ങനെ ഒരു ആംഗിൾ ചിന്തിച്ചിട്ടില്ല. അപ്പൊ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് പറയാം, റോഹന്റെ പേഴ്സണൽ ഒപ്പീനിയൻ റോഹന് പറയാം.
ഒപ്പീനിയൻ, നമ്മുടെ റൈറ്റ് ടു ഒപ്പീനിയൻ ഇസ് വൺ തിങ് ദാറ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗിവ്സ് അസ്. എല്ലാ ഇന്ത്യൻ പൗരൻ ആർക്ക് വേണമെങ്കിലും അവരുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ഞാൻ മാനിക്കുന്നു. പക്ഷേ ബുള്ളിങ്ങിനെ ഞാൻ മാനിക്കേണ്ട ആവശ്യമില്ല. ബുള്ളിങ്ങിനെ ഞാൻ അതിന് കൊടുക്കുന്ന വില മാത്രമേ ഞാൻ അതിന് കൊടുക്കുന്നുള്ളൂ. ഹെൽത്തി ക്രിറ്റിസിസം ചെയ്യുന്നവരോട് ഞാൻ വ്യക്തമായിട്ട് പറയും, ഐ റെസ്പെക്ട് യുവർ ഡിസിഷൻ, ഐ റെസ്പെക്ട് യുവർ ഒപ്പീനിയൻ. പക്ഷേ ഇതാണ് എൻ്റെ ഒപ്പീനിയൻ, അതാണ് ഈ ഗെയിം. അവരവരുടെ ഒപ്പീനിയനിൽ ഉറച്ചു നിന്ന് നല്ലത് ശരിയെ മനസ്സിലാക്കി അല്ലെങ്കിൽ തെറ്റുകളെ മാറ്റി തിരുത്തുന്നതാണ് ഈ ഗെയിം. കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഒരു 1-2 വർഷത്തിൽ ഇത്രയും സൈബർ ബുള്ളിങ് നേരിട്ടുള്ള വേറെ 2 പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇത്രയും സൈബർ ബുള്ളിങ്, അതായത് ഇത്രയും ടാർഗറ്റഡ് ആയി ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ള 2 പേരെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല.